नमस्ते बच्चों, सभी को मेरी हिंदी क्लास में स्वागत है। आज हम 6वीं कक्षा के इकाई 2 का तीसरा भाग हिंदुस्तान हमारा के बारे में पढ़ेंगे। ഈ യൂണിറ്റിന്റെ ആദ്യത്തെ ഭാഗം അതിന്റെ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതാകും. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് കണ്ടു പഠിക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതും നിങ്ങൾക്ക് പ്രസ് ചെയ്യാം. കാരണം എൻ്റെ ഫ്യൂച്ചർ വീഡിയോസ്, ഇനി വരുന്ന അപ്കമിങ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നാലേ കിട്ടുകയുള്ളൂ. ഇനി നമ്മൾക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഹിന്ദുസ്ഥാൻ ഹമാര. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഭാരതം, നമ്മുടെ ഭാരതം. भारत संसार का ऐसा ताज है जिसकी चमक विश्व भर फैली है. इसकी खूबसूरत भौगोलिक झलक, समय समय पर रंग बदलते अनोखे मौसम, शान बनी संपन्न संस्कृति, सब इस ताज में जड़े हीरे हैं. घने पेड़ों से सजे पर्वत, खिलखिलाकर बहती नदियां, काली घटा से अपने बालों को खोलकर झूमती बारिश, हरा घाघरा पहनकर नाचते लहलहाते खेत, सब भारत की अपनी विशेषताएं हैं. भारत संसार का एक ऐसा ताज है जिसकी चमक विश्व भर फैली हुई है. ഭാരതത്തെ ഒരു കിരീടത്തിനോടാണ് ഇവിടെ താരതമ്യപ്പെടുത്തിയിട്ടുള്ളത്. സൻസാർ എന്ന് പറഞ്ഞാൽ ലോകം, താജ് എന്ന് പറഞ്ഞാൽ കിരീടം. അപ്പോൾ എന്താണ് പറയുന്നത്? ഭാരതം, ആ കിരീടത്തിൻ്റെ ആ തെളിച്ചം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിളക്കം ഈ ലോകമാകെ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഭാരതം എന്താണ്? ഒരു കിരീടമാണ്. അപ്പോൾ ആ ഭാരതത്തിൻ്റെ തിളക്കം ഈ ലോകമാകെ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇസ്കി ഖൂബ്സൂരത് ഭൗഗോലിക് ഝലക് സമയ സമയ പർ രംഗ് ബദൽത്തെ അനോഖേ മൗസം. ഇതിൻ്റെ മനോഹരമായ ഭൂമിശാസ്ത്രമായ കാഴ്ച. ഓക്കെ, ഭൗഗോലിക് എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രമായ, ഝലക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു കാഴ്ച, അങ്ങനെയാണ് പറയുന്നത്. ഖൂബ്സൂരത് എന്ന് പറഞ്ഞാൽ മനോഹരമായ. അപ്പം മനോഹരമായ ഭൂമിശാസ്ത്രമായ കാഴ്ച എന്ന് പറഞ്ഞാൽ ജിയോഗ്രഫിക്കൽ വ്യൂ. സമയ സമയ പർ രംഗ് ബദൽത്തെ അനോഖേ മൗസം. സമയാസമയങ്ങളിൽ കാലം, രംഗ് ബദൽത്തി എന്ന് പറഞ്ഞാൽ, രംഗ് എന്ന് പറഞ്ഞാൽ നിറമാണ്. പക്ഷെ ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്, ഇവിടെ കുറേ നമ്മൾക്ക് സീസൺസ് ഉണ്ടല്ലോ. അപ്പോൾ സമയാസമയങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ അല്ലെങ്കിൽ സീസൺ. ഷാൻ ബനി സമ്പന്ന സംസ്കൃതി, സബ് ഇസ് താജ് മേ ജഡേ ഹീരേ ഹെ. ഷാൻ എന്ന് പറയുന്നത് എന്താണ്? ഷാൻ എന്ന് പറഞ്ഞാൽ അഭിമാനം. അപ്പോൾ നമ്മുടെ സംസ്കൃതി, സമ്പന്നമായ സംസ്കൃതി എന്ന് പറഞ്ഞാൽ സമൃദ്ധമായ സംസ്കൃതി, സംസ്കാരം, അതാണ് നമ്മുടെ അഭിമാനം. ഇതൊക്കെയാണ് ഈ താജ്, ഈ കിരീടത്തിൽ പതിഞ്ഞ വജ്രം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാരതം എന്ന കിരീടത്തിൽ പതിഞ്ഞ വജ്രങ്ങൾ എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഖൂബ്സൂരത് ഭൗഗോലിക് ഝലക് എന്ന് പറഞ്ഞാൽ മനോഹരമായ ഭൂമിശാസ്ത്രപരമായ കാഴ്ച, പിന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ, നമ്മുടെ സംസ്കാരം, ഇതൊക്കെയാണ് നമ്മുടെ ഈ കിരീടത്തിലെ പതിഞ്ഞിരിക്കുന്ന വജ്രങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഘനി പേടോ സെ സജേ പർവത്, ഇടതൂർന്ന മരങ്ങളോട് അലങ്കരിക്കപ്പെട്ട പർവ്വതം. ഘനി എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന അല്ലെങ്കിൽ ഡെൻസ്. ഇടതൂർന്ന മരങ്ങളോട് അലങ്കരിക്കപ്പെട്ട പർവ്വതം. ഖിൽഖിലാക്കർ ബഹത്തി നദിയ. ഖിൽഖിലാന എന്ന് പറഞ്ഞാൽ ഉറക്കിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല ഒഴുക്കത്തിൽ ഈ ഒഴുകുന്ന നദികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ചിരിച്ചുകൊണ്ട് ഒഴുകുന്ന നദി എന്നാണ് അവർ വർണ്ണിക്കുന്നത്. അതായത് നല്ല സ്പീഡിൽ ഇങ്ങനെ ഒഴുകുമ്പോൾ നമുക്കൊരു സൗണ്ടോട് കൂടിയിട്ടല്ലേ. അപ്പം ആ ഒരു രംഗത്തെയാണ് അവർ വർണ്ണിക്കുന്നത്. ഖിൽഖിലാക്കർ ബഹത്തി നദിയ, ഒഴുകുന്ന നദികൾ അല്ലെങ്കിൽ ചിരിച്ചൊഴുകുന്ന നദികൾ. കാലി ഘട്ട സെ അപ്നി ബാലോം കോ ഖോൽക്കർ ഝൂമത്തി ബാരിഷ്. കാലി ഘട്ട, കാലി എന്ന് പറഞ്ഞാൽ കറുത്തത്, ഘട്ട എന്ന് പറഞ്ഞാൽ മേഘം. അപ്പോൾ നല്ല കനത്ത മഴ പെയ്യുമ്പോൾ, നല്ല ശക്തമായ മഴ പെയ്യുമ്പം നമ്മൾക്ക് ക്ലൗഡ് എങ്ങനെയാവും? നല്ല കറുത്ത. ഇനി അടുത്ത ലൈൻസ് ഒന്ന് നമ്മൾക്ക് നോക്കാം.
चहुं ऋतुएं मेहमान बनकर मुस्कुराती हुई इस देश से गुजर जाती हैं। गर्मी, सर्दी और बारिश सभी यहाँ हर साल अतिथि बनकर आते हैं। ये फल फूल धूप पानी जैसे कई नज़ारे लाते हैं जिससे सच धजता भारत देखने लायक है। रहन सहन, वेशभूषा, खान पान, भाषा तथा धर्म अलग अलग होने पर भी भारतवासी एकता के साथ रहते हैं। सब हिंदुस्तानी कहलाते हैं। इसकी पहचान एक है। इसलिए ही मशहूर शायर मोहम्मद इकबाल ने फरमाया, सारे जहां से अच्छा हिंदुस्तान हमारा। चहुं ऋतुएं मेहमान बनकर मुस्कुराती हुई इस देश से गुजर जाती हैं എന്ന് പറഞ്ഞാൽ 6 ഋതു ഉണ്ട് നമ്മുടെ ഇവിടെ ഭാരതത്തിൽ. ഏതൊക്കെ സീസൺസ് ഉള്ളത്? ഋതു എന്ന് പറഞ്ഞാൽ സീസൺസ്. ഏതൊക്കെ സീസൺസ് ഉള്ളത്? സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ വസന്ത ഋതു, വസന്തകാലം. സമ്മർ, ഗ്രീഷ്മ ഋതു, വേനൽക്കാലം. മോൺസൂൺ, വർഷ ഋതു, മഴക്കാലം. ഓട്ടം, ശരത് ഋതു, ശരത്കാലം. പ്രീ വിന്റർ, ഹേമന്ത് ഋതു, ശീതകാലത്തിനു മുമ്പുള്ള ഒരു കാലമാണത്. വിന്റർ, ശിശിർ ഋതു, ശീതകാലം. ഇതാണ് നമ്മുടെ ഭാരതത്തിലുള്ള 6 സീസൺസ്. അപ്പോൾ ഈ സീസൺസ് എന്താണ് അവർ പറയുന്നത്? ഇവരെല്ലാവരും ഒരു അതിഥിയായി ഇവിടെ വന്ന് കടന്നു പോകും എന്നാണ് പറയുന്നത്. മെഹമാൻ എന്ന് പറഞ്ഞാൽ അതിഥി, മുസ്കുരാക്കർ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക. അപ്പോൾ അതിഥിയായി പുഞ്ചിരിച്ചുകൊണ്ട് ഈ 6 കാലങ്ങളും കടന്നു പോകും. गर्मी, सर्दी और बारिश सभी यहाँ हर साल अतिथि बनकर आते हैं. എന്താണ്? വേനൽ, ഗർമി എന്ന് പറഞ്ഞാൽ വേനൽക്കാലം, സർദി എന്ന് പറഞ്ഞാൽ തണുപ്പുകാലം, ബാരിഷ് മഴക്കാലം. ഇവരെല്ലാവരും എല്ലാ കൊല്ലവും ഇവിടെ അതിഥികളായിട്ട് വന്നു പോകുന്നു. അതിഥി എന്ന് പറഞ്ഞാൽ അതിഥികൾ. ഇവരൊക്കെ നമ്മുടെ ഭാരതത്തിൽ എല്ലാ കൊല്ലവും എല്ലാ വർഷവും അതിഥികളായി വന്നു പോകുന്നു. സാൽ എന്ന് പറഞ്ഞാൽ വർഷം. ये फल फूल धूप पानी जैसे कई नज़ारे लाते हैं. ഇവർ വരുമ്പോൾ എന്ത് കാഴ്ചയാണ് നമുക്ക് കൊണ്ടുവരുന്നത്? എന്തൊക്കെ കാഴ്ചകളാണ്? നസാറ എന്ന് പറഞ്ഞാൽ കാഴ്ചകൾ. കാഴ്ച. അപ്പം എന്തൊക്കെ കാഴ്ചകളാണ് കൊണ്ടുവരുന്നത്? ഫലം, ഫൂൽ പൂക്കൾ, ധൂപ് വെയിൽ, പാനി വെള്ളം. കാരണം മഴക്കാലത്ത് മഴ പെയ്യുന്നു, വെള്ളമായിട്ട് വരുന്നു. അങ്ങനെ തന്നെ വേനൽക്കാലത്ത് എന്താണ്? വെയിൽ. അപ്പം അങ്ങനെ ഓരോരോ കാലങ്ങളിൽ ഓരോന്നും നമ്മൾക്ക് കാഴ്ചകളായിട്ട് കൊണ്ടുവരുന്നു. ജിസ്സെ സച്ച് ധജ്താ ഭാരത് ദേഖ്നെ ലൈക്ക് ഹെ. ഈ സവിശേഷതകളോടും പിന്നെ ഈ വ്യത്യസ്തമായ ഋതുക്കളോടും കൂടി അലങ്കരിക്കപ്പെട്ട ഭാരതത്തെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് എന്നാണ് പറയുന്നത്. रहन सहन, वेशभूषा, खान पान, भाषा तथा धर्म अलग अलग होने पर भी भारतवासी एकता के साथ रहते हैं. रहन सहन നമ്മുടെ എല്ലാവരുടെയും ജീവിത രീതി വ്യത്യസ്തമാണ്. വേഷഭൂഷ, വേഷവിധാനം വേറെയാണ്. ഖാൻ പാൻ, നമ്മുടെ ഭക്ഷണ രീതി വേറെയാണ്. ഭാഷകൾ വേറെയാണ്. ധർമ്മം, മതം പോലും വ്യത്യസ്തമാണ്. ഇത്ര വ്യത്യസ്തത ഉണ്ടായിട്ട് പോലും നമ്മൾ ഭാരതവാസികൾ ഒന്നായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഭാരതം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ്. അതാണ് ഈ ലൈനിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. സബ് ഹിന്ദുസ്ഥാനി कहलाते हैं. നമ്മളെല്ലാവരും ആരാണ്? ഹിന്ദുസ്ഥാനി, ഭാരതീയരാണ്. इसकी पहचान एक है, इनकी पहचान एक है. ഇവരുടെ എല്ലാവരും ഒന്നാണ് എന്നാണ് പറയുന്നത്. इसलिए മഷ്ഹൂർ ഷായർ മുഹമ്മദ് ഇക്ബാൽ നെ ഫർമായ. എന്താണ്? ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കവിയാണ് നമ്മുടെ ഷായർ മുഹമ്മദ് ഇക്ബാൽ. ആളെന്താണ് പറഞ്ഞത്? ഫർമായ എന്ന് പറഞ്ഞത് പറയുക. അപ്പം ആള് എന്താണ് പറയുന്നത്? സാരേ ജഹാ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. സാരേ ജഹാ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. നമ്മുടെ ഹിന്ദുസ്ഥാൻ, നമ്മുടെ ഭാരതം എല്ലാ രാജ്യങ്ങളെക്കാളും നല്ലതാണ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ 4 വരികളൊന്ന് പാടി നോക്കിയാലോ.
सारे जहां से अच्छा हिंदुस्तां हमारा, सारे जहां से अच्छा हिंदुस्तां हमारा। हम बुलबुले हैं इसकी, ये गुलसिता हमारा हमारा, सारे जहां से अच्छा. ഈ പാഠഭാഗത്തിലെ പുതിയ പദങ്ങളും അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. സൻസാർ അല്ലെങ്കിൽ വിശ്വ, രണ്ടിൻ്റെയും ഒരേ മീനിങ് ആണ് ലോകം. താജ് കിരീടം, ചമക് തിളക്കം, ഫേൽന വ്യാപനം അല്ലെങ്കിൽ വ്യാപിക്കുക, ഖൂബ്സൂരത്ത് മനോഹരമായ, ഭൗഗോളിക് ഭൂമിശാസ്ത്രപരമായ, ഝലക് കാഴ്ച, അനോഖ അദ്വിതീയ, മൗസം കാലാവസ്ഥ, ഷാൻ അഭിമാനം, സമ്പൻ സമൃദ്ധമായ, സംസ്കൃതി സംസ്കാരം, ജഡേ പതിഞ്ഞ്, ഹീര വജ്രം, ഘനെ ഇടതൂർന്ന, സജെ അലങ്കാരം, ഖിൽഖിലാന ഉറക്കെ ചിരിക്കുക, ബഹത്തി ഒഴുക്ക്, ഘട മേഘം, ബാൽ മുടി, ഖോൽന തുറക്കാൻ, ഝൂംതി സന്തോഷത്താൽ മതിമറന്ന് ആടുക, ഘാഗ്ര പാവാട, ഖേത് വയൽ, വിശേഷതായ് സവിശേഷതകൾ, ഋതു സീസൺ അല്ലെങ്കിൽ കാലം, മെഹ്മാൻ അതിഥി, രണ്ടും ഒരേ മീനിങ് ആണ്. അതിഥി, മുസ്കുരാന പുഞ്ചിരി, ഗുസർ കടന്നുപോയി, ഗർമി ചൂട്, സർദി തണുപ്പ്, സാൽ വർഷം, ഫൂൽ പുഷ്പം, ധൂപ് വെയിൽ, നസാരെ കാഴ്ചകൾ, ഫർമായ പറയുക. അതോടുകൂടി ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇതിലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഒന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊന്ന് നമ്മൾക്ക് വായിച്ചു നോക്കാം. ആദ്യത്തെ ചോദ്യം, കിസ്കി ചമക് വിശ്വഭർ ഫൈലി ഹെ? ആരുടെ തിളക്കമാണ് ഈ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നത്? ഭാരത് കി ചമക് വിശ്വഭർ ഫൈലി ഹെ, നമ്മുടെ ഭാരതത്തിന്റെ തിളക്കമാണ് ഈ ലോകമാകെ വ്യാപിച്ചിരിക്കുന്നത്. ഭാരത് കി താജ് മേ കോൺ സെ ഹീരെ ജഡേ ഹെ? നമ്മുടെ ഭാരതത്തിനെ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു കിരീടം, ആ കിരീടത്തിൽ പതിഞ്ഞ വജ്രങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. खूबसूरत भौगोलिक झलक, बदलते मौसम और സമ്പന്ന സംസ്കൃതി ഇസ് താജ് മേ ജഡേ ഹീരെ ഹെ. എന്തൊക്കെയാണ് പറയുന്നത്? ഖൂബ്സൂരത് ഭൗഗോലിക് ജലക്, മനോഹരമായ ഭൂമിശാസ്ത്രപരമായ കാഴ്ച, ബദൽത്തെ മൗസം മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ, സമ്പന്ന സംസ്കൃതി സമ്പന്നമായ സംസ്കാരം. ഇതൊക്കെയാണ് നമ്മുടെ കിരീടത്തിലെ വജ്രങ്ങൾ. ഹമാരെ ദേശ് മേ കിത്നെ ഋതുവേ ഹെ? ഏതൊക്കെ എത്ര ഋതുക്കൾ അല്ലെങ്കിൽ കാലാവസ്ഥ, കാലം, സീസൺ എത്രയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഹമാരെ ദേശ് മേ ഛ തരക്ക് ഋതു ഹെ? 6. ഛ എന്ന് പറഞ്ഞാൽ 6 തരത്തിലുള്ള ഋതുക്കൾ ഉണ്ട്. ഹർ സാൽ കോൺ അതിഥി ബൻകർ ആത്തെ ഹെ? എല്ലാ വർഷവും ആരാണ് അതിഥിയായിട്ട് നമ്മുടെ ഭാരതത്തിലേക്ക് വരുന്നത്? हर साल गर्मी सर्दी और बारिश അതിഥി ബൻകർ ആത്തെ ഹെ. എല്ലാ വർഷവും ചൂടുകാലം, പിന്നെ തണുപ്പ് കാലം, പിന്നെ മഴക്കാലം അതിഥികളായിട്ട് എല്ലാ വർഷവും ഇവിടെ വരുന്നു. മഷഹൂർ ഷായർ മുഹമ്മദ് ഇക്ബാലിനെ ക്യാ ഫർമായ? നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കവി ഇതാണ് മുഹമ്മദ് ഇക്ബാൽ. എന്താണ് പറഞ്ഞത്? ഷായർ മുഹമ്മദ് ഇക്ബാലിനെ ഫർമായ സാരേ ജഹാ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. എന്താണ് പറഞ്ഞത്? സാരേ ജഹാ സെ അച്ഛാ, എല്ലാ ലോകത്തിനേക്കാളും നല്ലത് നമ്മുടെ ഹിന്ദുസ്ഥാനാണ്. എല്ലാ ലോകത്തെയും വെച്ച് നമ്മുടെ ഇന്ത്യ, ഭാരതമാണ്
ഏറ്റവും നല്ലത് എന്നാണ് അവർ പറയുന്നത്. ഇനി നമ്മൾക്ക് ആദ്യത്തെ ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ലേഖ് പഠ് ലിയാ ഹൈ നാ, അബ് ഈ ബാക്കി പഠേ. ഘനെ പേടോं से सजे पर्वत. ചാപ്റ്റർ വായിച്ചു, ഇനി ആ സെന്റൻസ് വായിക്കാനാണ് പറയുന്നത്. ഘനെ പേടോं से सजे पर्वत. ഇത് നമ്മൾ ഇതിൻ്റെ മീനിങ് ഇതിൽ ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇടതൂർന്ന മരങ്ങളോട് അലങ്കരിക്കപ്പെട്ട പർവ്വതം. ഘനി പേड़ से सजे ऐसे प्रयोग वाक्य की शोभा देते हैं. ഈ ഘനി പേड़ से सजे എന്ന ഒരു സെൻറ്റൻസ് ആണ് ആ ഒരു ഫുൾ സെൻറ്റൻസിന് കൊടുക്കുന്ന ഭംഗി. ശോഭ എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻറ്റൻസിൻ്റെ ഭംഗി കൂട്ടുന്നത് ഇങ്ങനത്തെ പെർട്ടിക്കുലർ സെൻറ്റൻസുകളാണ്, വാക്കുകളാണ്. ലേഖ് സെ ऐसे वाक्यों को चुनकर लिखे. ഇനി ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനത്തെ പെർട്ടിക്കുലർ സെൻറ്റൻസ് കണ്ടെത്തി വായിക്കാനാണ്, എഴുതാനാണ് അവർ പറയുന്നത്. ആദ്യത്തെ ഖിൽ ഖിലാക്കർ ബഹത്തി നദിയ. ഖിൽ ഖിലാക്കർ എന്ന് പറഞ്ഞാൽ എന്തെന്നു, ഉറക്കിച്ചിരിക്കുക. അപ്പോൾ ബഹത്തി നദിയ, ഇത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഒഴുകുന്ന, നല്ല ഉച്ചത്തിൽ ഒഴുകുന്ന നദികൾ. അപ്പോൾ ചിരിച്ചു കൊണ്ടൊഴുകുന്ന നദികൾ അല്ലെങ്കിൽ നല്ല ഒഴുക്കുള്ള നദികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത സെൻറ്റൻസ് എന്താ? ഹര ഘാഗ്ര പെഹൻകർ ലഹലഹാത്തെ ഖേത്. പച്ചപ്പ് നിറഞ്ഞ വയലുകൾ കാറ്റിൽ ആടുന്നു. പച്ചപ്പ് നിറഞ്ഞ വയലുകൾ കാറ്റിൽ ആടുന്നു. ഘാഗ്ര എന്ന് പറഞ്ഞാൽ പാവാടയാണ്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ വയലുകൾ കാറ്റിൽ ആടുന്ന ഒരു രംഗമാണ് അവിടെ പറയുന്നത്. മൂന്നാമത്തത് എന്താ നമുക്ക് എഴുതാൻ പറ്റുക? ചഹ ഋതുവേ മെഹ്മാൻ ബൻകർ മുസ്കുരാത്തി. 6 കാലങ്ങൾ, കാലാവസ്ഥ അല്ലെങ്കിൽ സീസൺ എങ്ങനെയാണ് ഒരു അതിഥിയായി പുഞ്ചിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ കുറേ ലൈൻസ് നമ്മുടെ ഈ ചാപ്റ്ററിലുണ്ട്. 3 ഞാൻ എഴുതി, നിങ്ങൾക്ക് ഇനിയും അതിൽ നിന്ന് കണ്ടെത്തി എഴുതാവുന്നതാണ്. അടുത്ത ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ, താലികാക്കി പൂർത്തീകരേ. അവരൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. കാലി ഘട്ടാസെ അപ്പനെ ബാലോं को खोलकर झूमती बारिश. അതിൻ്റെ ശരിക്കും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് അവിടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഭാരി വർഷ, കനത്ത മഴ. അതാണ് അവർ അങ്ങനെ ഒരു ബ്യൂട്ടിഫുള്ളി എഴുതി കാണിച്ചിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടാണ് അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ഇവിടെ. അങ്ങനത്തെ ഇനിയും വാക്കുകൾ നമ്മൾക്ക് അതിൽ നിന്ന് കണ്ടെത്താം ചാപ്റ്ററിൽ നിന്ന്. സമയ സമയ പർ രംഗ് ബദൽത്തെ അനോഖ്യ മൗസം. സമയാസമയങ്ങൾ നിറം മാറിക്കൊണ്ട് അല്ലെങ്കിൽ ഓരോരോ കാലാവസ്ഥകൾ മാറുന്നു. അങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. വിവിധ മൗസം. വിവിധ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കാലാവസ്ഥ, മൗസം. നെക്സ്റ്റ്, ഹര ഘാഗര പെഹൻ നാച്തെ ലഹലഹാത്തെ ഖേത്. അതെന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ഹരേ ഭരേ ഖേത് എന്നാൽ പച്ചപ്പ് നിറഞ്ഞ വയലുകൾ. ഹരേ ഭരേ ഖേത്. അടുത്തത് ഖിൽ ഖിലാക്കർ ബഹത്തി നദിയ. ബഹത്തി നദിയ, അവിടെ എന്താണ്? നദി അല്ലെങ്കിൽ ബഹത്തി നദിയ എന്നാണ് അതിനവർ ഉദ്ദേശിക്കുന്നത്. അടുത്ത ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ, യേ നാരെ ഗീത് പഠേ. നാര എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം. അപ്പം ആ ഒരു ഗീതം വായിക്കാനാണ് നമ്മളോട് പറയുന്നത്. സത്യഹിംസ കാ രഖ്വാര ഭാരത് മേരാ പ്യാരാ പ്യാര. സത്യം അഹിംസയുടെയും സംരക്ഷകൻ എൻ്റെ ഭാരതം, പ്രിയപ്പെട്ട ഭാരതം. ഭാരത് ഹെ ദേശ് ഹമാര ഫെഹ്റായെങ്കെ തിരങ്ക പ്യാര. ഭാരതം എൻ്റെ ദേശമാണ്, ദേശത്തിൻ്റെ പതാകയാണ്, അത് നമ്മൾ ഉയർത്തും എന്നാണ് പറയുന്നത്. और भी हैं भारत की खूबियाँ. ഇനിയുണ്ടല്ലോ നമ്മുടെ ഭാരതത്തിനെ പറ്റി പറയാൻ കുറേ വിശേഷതകളുണ്ടല്ലോ. ആ ബി ലിഖിയെ നാരാഗീത്. നമ്മളോടും അങ്ങനത്തെ ഒരു ഗീതം, മുദ്രാവാക്യം ഉള്ളൊരു ഗീതം എഴുതാനാണ് പറയുന്നത്. നമ്മൾക്കൊന്ന് ശ്രമിച്ചു നോക്കാം. സത്യ കി ജയ് ബസ് യഹി ഹെ നാര സബ് ജഗ് കോ യഹ സന്ദേശ് ഹമാര. സത്യം ജയിക്കട്ടെ, ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. സത്യമേ ജയിക്കൂ, ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. എല്ലാ ലോകം, സബ് ജഗ്ഗോ എന്ന് പറഞ്ഞാൽ എല്ലാ ലോകത്തിനും കൊടുക്കുന്ന ഒരു സന്ദേശമാണ്. യഹ സന്ദേശമാർ. സന്ദേശം എന്ന് പറഞ്ഞാൽ സന്ദേശം. ഈ ഒരു നാര, ഈ ഒരു മുദ്രാവാക്യമാണ് നമ്മുടെ സന്ദേശം. ആർക്ക്? ഈ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം. അടുത്തത് വീരോं के बलिदान से जन्म. വീരന്മാരുടെ എന്താണ്? ബലിദാൻ, ത്യാഗം കൊണ്ട് ജനിച്ചതാണ് ഇസ് ഭാരത് കി ഷാൻ ഗരിമ. ഈ
ഭാരതത്തിൻ്റെ അഭിമാനവും അന്തസ്സും. ഷാൻ എന്ന് പറഞ്ഞാൽ അഭിമാനം, ഗരിമ എന്ന് പറഞ്ഞാൽ അന്തസ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വല്ല നാരാഗീത് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ഞാൻ ജസ്റ്റ് ഒരു 4 ലൈൻ ഉണ്ടാക്കി എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമായ നാരാഗീത് എഴുതാവുന്നതാണ്. ഈ ആക്ടിവിറ്റിയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മൾക്കൊന്ന് നോക്കാം. വർണ്ണോ സേ ഖേലി. എന്താണ് ഇതിൽ കാണിക്കുന്നത്? ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അവർ. താൽ, മാൽ, മാത്, गीत. यहाँ ताल शब्द से शुरू करके केवल एक अक्षर को बदलते हुए हम गीत शब्द तक पहुंचे हैं. इस तरह केरल शब्द से शुरू करके भारत शब्द तक पहुंचना है. शर्त यह है कि एक बार केवल एक ही अक्षर बदले और प्रत्येक शब्द सार्थक हो. എന്താണ് അവർ പറയുന്നത്? താലിന് തുടങ്ങിയിട്ട് അവർ ഗീതിലേക്ക് എത്തിക്കഴിഞ്ഞു. എങ്ങനെയാണ്? ഒരു അക്ഷരം മാത്രമേ മാറ്റുന്നുള്ളൂ. ആദ്യം താൽ, പിന്നെ മാൽ. അപ്പം ആദ്യത്തെ അക്ഷരം മാറ്റി, പിന്നെ മാത്, ഗീത്. അപ്പം അങ്ങനെ തന്നെ കേരളിൽ നിന്ന് ഭാരതിലേക്ക് എത്തണം എന്നാണ് പറയുന്നത്. അതിൽ കണ്ടീഷൻ എന്താണ്? ഒരു അക്ഷരം നമ്മൾക്കതിൽ മാറ്റാൻ പറ്റുള്ളൂ. ഏക് ഹി അക്ഷർ ബദലെ और प्रत्येक शब्द सार्थक हो. ആ എല്ലാ ശബ്ദനും അതിൻ്റെതായൊരു മീനിങ് ഉണ്ടാകണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആൻസർ നമ്മൾക്കൊന്ന് നോക്കാം. ആദ്യം എന്താണ്? കേരൾ. അടുത്തത് സരൽ. സരൽ എന്ന് പറഞ്ഞാൽ എളുപ്പം. തരൽ. തരൽ എന്ന് പറഞ്ഞാൽ നനഞ്ഞത്. തരസ്. തരസ് എന്ന് പറയുന്നത് കരുണ. അടുത്തത് ബരസ്, പെയ്യുക. ചരസ്. ചരസ് ഒരു തരം ഈ മരുന്നിൻ്റെ ഒരു പൊടിയാണത്. ലഹരി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ചരസ്. തരം, അങ്ങേയറ്റം. തരം, മികച്ചത്. പരത്, ബ്ലാങ്കറ്റ്. ഭരത്, പെയ്യുക. ഔരത്, സ്ത്രീ. ഭാരത്, നമ്മുടെ ഭാരതം. ഈ യൂണിറ്റ് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ എല്ലാ ചാപ്റ്ററും അതിൻ്റെ ആക്ടിവിറ്റീസും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് നന്നായി കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. ഞാനത് കണ്ട് റിവ്യൂ ചെയ്ത് അതിന് റിപ്ലൈ തീർച്ചയായും തരുന്നതാകും. അപ്പോൾ അടുത്ത യൂണിറ്റിൽ നമുക്ക് വീണ്ടും തിരിച്ച് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.